ഹലോ, ഗുഡ് ഈവനിങ്. വെൽക്കം ടു ഈസി ലേൺ. ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സൊല്യൂഷൻസ് വരുന്ന 4 കംപ്ലീറ്റ്, അതിൽ അവസാനത്തെ കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ സൊല്യൂഷൻ പ്രോബ്ലംസ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല. അത് ഞാൻ യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. എക്സാമ്പിൾ 1.11 അതൊന്ന് നോക്കിയാൽ മതി. നമുക്ക് അടുത്ത ടോപ്പിക്കിലോട്ടേക്ക് പോകാം. നമ്മൾ ഓൾറെഡി പറഞ്ഞതുപോലെ തന്നെ ഓസ്മോട്ടിക് പ്രഷർ എന്നുള്ള റീജിയനിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഓസ്മോസിസ് എന്താന്ന് പറഞ്ഞു. അപ്പൊ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു റോ മാംഗോസ് നമ്മൾ കോൺസെൻട്രേറ്റഡ് സൊല്യൂഷൻ സാൾട്ട് സൊല്യൂഷൻസിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, കുറച്ച് കഴിഞ്ഞാൽ ഷ്രിവൽ ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും, ചുരുങ്ങുന്നതായിട്ട് കാണാൻ പറ്റും. അതിനുള്ള റീസൺ ഒക്കെ നമുക്ക് ഓൾറെഡി കിട്ടിക്കഴിഞ്ഞു. നമ്മൾ ഹൈപ്പോട്ടോണിക് ഹൈപ്പർട്ടോണിക് സൊല്യൂഷൻസ് ഒക്കെ പറഞ്ഞ് പഠിച്ചു കഴിഞ്ഞു. അതിൽ 0.9%-നേക്കാളും കൂടിയ സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ള ഒരു സൊല്യൂഷൻസിൽ വെച്ച് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കാം, സൊല്യൂഷൻസിലുള്ള, അതായത് ഏത് സബ്സ്റ്റൻസ് ആണോ വെക്കുന്നത് ആ സബ്സ്റ്റൻസിലുള്ള വാട്ടർ കണ്ടന്റ് പുറത്തോട്ടേക്ക് പോയി അതെന്ത് ചെയ്യും, ഷ്രിങ്ക് ചെയ്യും. ഇനി അഥവാ ഹൈപ്പോട്ടോണിക് സൊല്യൂഷൻസിൽ അത് നമുക്ക് ഏതിന്റെ കേസിൽ എടുക്കാം, നമ്മൾ വിൽറ്റഡ് ഫ്ലവേഴ്സ് ഒക്കെ, ഉണങ്ങിയ ഫ്ലവേഴ്സ് ഒക്കെ നമ്മൾ വെള്ളത്തിൽ കുറച്ചു നേരം വെച്ച് കഴിഞ്ഞാൽ പിന്നെ അത് റിവൈവ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. അവിടെ നടക്കുന്നത് സ്വെല്ലിംഗ് പ്രോസസ്സാണ്. അതായത് വാട്ടർ എങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, നമ്മൾ വെച്ച സൊല്യൂഷൻ ഹൈപ്പോട്ടോണിക് ആയിരിക്കും, അതായത് ലെസ് ദാൻ 0.9% സൊല്യൂട്ട് കോൺസെൻട്രേഷൻ ഉള്ള സൊല്യൂഷനിലാണ് നമ്മൾ വെക്കുന്നതെങ്കിൽ അങ്ങനെയുള്ള സൊല്യൂഷൻസിൽ നേരെ റിവേഴ്സാണ് നടക്കുക. അതായത് സ്വെല്ലിംഗ് പ്രോസസ്സാണ് നടക്കുക. സ്വെല്ലിംഗ് പ്രോസസ്സ് എന്ന് പറയുമ്പോൾ അതിന് വേറൊരു ടേം കൂടെ പറയും, ഇവിടെയുണ്ട്, എഡമ എന്ന് പറയും. അതായത് വാട്ടർ കണ്ടന്റ് ഫ്രഷ് വാട്ടർ, അത് നമ്മൾ എടുത്തിട്ടുള്ള സൊല്യൂഷനിൽ നിന്നും അല്ലെങ്കിൽ നമ്മൾ എടുത്തിട്ടുള്ള ഫ്രഷ് വാട്ടറിൽ നിന്നും നമ്മളെ സബ്സ്റ്റൻസിലേക്ക്, ഇപ്പം നമ്മൾ എടുത്ത വിൽറ്റഡ് ഫ്ലവർ ആണ്, ഫ്ലവറിലോട്ടേക്ക് മൂവ് ചെയ്യും. അപ്പൊ അതെന്ത് ചെയ്യും, അവിടെ സ്വെല്ലിംഗ് ആണ് നടക്കുന്നത്. വാട്ടർ തിരിച്ച് അങ്ങോട്ടേക്കാണ് മൂവ് ചെയ്യുന്നത്, നമ്മൾ വെക്കുന്ന സബ്സ്റ്റൻസിലേക്ക് തന്നെ മൂവ് ചെയ്യും. അപ്പൊ അത്രയും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇവിടെ പറയാനുള്ളത്. ഇനി നമ്മൾ പുതുതായിട്ടൊരു ടേം കൂടി പഠിക്കാനുണ്ട്, റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ളതും അതേപോലെ അതുമായിട്ട് ബന്ധപ്പെട്ട വാട്ടർ പ്യൂരിഫിക്കേഷൻ എന്നുള്ളത്. അതായത് റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് മനസ്സിലായാൽ മാത്രമേ അത് വെച്ച് അപ്ലൈ ചെയ്തിട്ടില്ല വാട്ടർ പ്യൂരിഫിക്കേഷൻ എങ്ങനെയാണ് നടക്കുന്ന കാര്യം മനസ്സിലാവും. നമ്മൾ ഇതുവരെ പഠിച്ചത് ഓസ്മോസിസ് ആയിരുന്നു. ഓക്കെ, അത് ക്ലിയർ ആണെന്ന് വിളിക്കുന്നു. ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ നോർമലി എന്താണ്, ഇറ്റ് ഈസ് ദ ഫ്ലോ ഓഫ് സോൾവെന്റ് മോളിക്യൂൾസ് ഫ്രം ഫ്രഷ് വാട്ടർ ടു സൊല്യൂഷൻ സൈഡ്. ഓക്കെ, സൊല്യൂഷൻ സൈഡിലേക്ക് വാട്ടർ അല്ലെങ്കിൽ പ്യുവർ സോൾവെന്റ് മൂവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. പക്ഷേ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറഞ്ഞാൽ അതിന് നേരെ വിപരീതമാണ്. സൊല്യൂഷൻ സൈഡിൽ നിന്നും ഫ്രഷ് വാട്ടർ റീജിയനിലോട്ടേക്ക്, അല്ലെങ്കിൽ സൊല്യൂഷൻ റീജിയനിൽ നിന്നും സോൾവെന്റ് എങ്ങോട്ടേക്ക് മൂവ് ചെയ്യും, പ്യുവർ സോൾവെന്റ് റീജിയനിലോട്ടേക്ക് മൂവ് ചെയ്യും. അതിനെയാണ് നമ്മൾ റിവേഴ്സ് ഓസ്മോസിസ് എന്ന് പറയാം. നമ്മൾ നേരത്തെ പഠിച്ച ഓസ്മോട്ടിക് പ്രഷർ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സൊല്യൂഷൻ സൈഡിലാണെന്ന് പഠിച്ചു. ഇനി ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ അളവിൽ വലിയ ഹൈ പ്രഷർ നമ്മൾ അവിടെ കൊടുക്കുകയാണെങ്കിൽ അവിടെ എന്താ നടക്കുക, ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് ചേഞ്ച് ചെയ്യും. അതുവഴി എന്ത് നടക്കും, ഈ പറഞ്ഞ റിവേഴ്സ് ഓസ്മോസിസ് നടക്കുക. നേരത്തെ പഠിച്ചത് നമ്മൾ എങ്ങനെയാ പഠിച്ചിട്ടുള്ളത്, ഈ ഡയറക്ഷനിലോട്ടേക്കാണ് നോർമൽ ഓസ്മോസിസ് നടക്കുക. പക്ഷേ ഇവിടെ കൊടുത്തതുപോലെ പ്രഷർ ഗ്രേറ്റർ ദാൻ പൈ, ഈ പൈ എന്ന് പറയുന്നതാണ് ഓസ്മോട്ടിക് പ്രഷർ. ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ലെവലിലുള്ള ഹൈ പ്രഷർ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള സൊല്യൂഷൻ ഏതാ, സാൾട്ട് വാട്ടർ ആണെന്ന് വിചാരിക്കാം. ആ സൊല്യൂഷൻ സൈഡിലേക്ക് നമ്മൾ കൂടിയ ലെവലിലുള്ള പ്രഷർ അപ്ലൈ ചെയ്തെന്ന് സംഭവിക്കും, ഡയറക്ഷൻ ഓഫ് ഓസ്മോസിസ് വിൽ ചേഞ്ച് when pressure larger than osmotic pressure is applied to the solution phase. ഈ ഭാഗം ഒന്ന് മാർക്ക് ചെയ്യാം. ഈ റിവേഴ്സ് ഓസ്മോസിസ് എന്നുള്ളതിന്റെ ഈ 4 ലൈൻസ് മാർക്ക് ചെയ്ത് വെക്കാം. റിവേഴ്സ് ഓസ്മോസിസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2 മാർക്സിന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ രീതിയിൽ വേണം എക്സ്പ്ലെയിൻ ചെയ്യാൻ. ഓക്കെ, വെറുതെ ഒരു സെന്റൻസ് എഴുതിയാൽ പോരാ, എങ്ങനെയാണ് റിവേഴ്സ് ഓസ്മോസിസ് നടക്കുന്ന സമയത്ത് ഏത് ഡയറക്ഷനിലോട്ടൊക്കെ നടക്കും, ആ കാര്യങ്ങളൊക്കെ ആ ഒരു 2 മാർക്കിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, ഇനി ഈ റിവേഴ്സ് ഓസ്മോസിസിന്റെ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി കാണിക്കാനുള്ള ഡയഗ്രാം ആണിത്. ഡീസലൈനേഷൻ ഓഫ് സാൾട്ട് വാട്ടർ, അതായത് ചിലയിടക്ക് വാട്ടർ റിക്വയർമെന്റ് കൂടുതലായിരിക്കും. അങ്ങനെയുള്ള കേസിൽ നമുക്ക് നോർമലി ഉള്ള വാട്ടർ റിസോഴ്സിനേക്കാൾ നമുക്ക് എല്ലാ രീതിയിലും നമ്മൾ വാട്ടർ പ്യൂരിഫൈ ചെയ്തതൊക്കെ നമുക്ക് വാട്ടർ ഉണ്ടാക്കേണ്ട ഒരു അവസ്ഥ ചില ഏരിയാസിലൊക്കെ ഉണ്ടാവാം. അപ്പൊ ഈ വാട്ടർ പ്യൂരിഫിക്കേഷൻ ആണ് മെയിൻ നമ്മുടെ ഈ ഒരു റിവേഴ്സ് ഓസ്മോസിസ് വെച്ചിട്ടാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ ഒരു കമ്പാർട്ട്മെന്റിൽ സാൾട്ട് വാട്ടർ എടുത്തു, മറ്റൊരു കമ്പാർട്ട്മെന്റിൽ ഫ്രഷ് വാട്ടർ എടുത്തു, അതിന്റെ ഇടയിൽ വരുന്നതാണ് സെമി പെർമിയബിൾ മെംബ്രെയിൻ. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് വാട്ടർ മോളിക്യൂൾസിനെ അത് കടത്തിവിടും, അത് പെർമിയബിൾ ആണ്. പക്ഷെ മറ്റുള്ള സാൾട്ട് പാർട്ടിക്കിൾസ്, അയോൺസ്, മറ്റുള്ള പല ഇമ്പ്യൂരിറ്റീസും, നമ്മൾ എടുക്കുന്ന സലൈൻ വാട്ടറിൽ നമ്മളിപ്പം സീ വാട്ടർ എടുക്കുന്നെങ്കിൽ അതിന് പല ഇമ്പ്യൂരിറ്റീസ് ഉണ്ടാവും, അതിനൊന്നും ഈ സെമി പെർമിയബിൾ മെംബ്രെയിൻ കടത്തിവിടരുത്. ആ രീതിയിലുള്ള സെമി പെർമിയബിൾ മെംബ്രെയിൻ ആണ് ഇതിന്റെ ഇടയിൽ വെച്ചിട്ടുള്ളത്. നോർമലി സെല്ലുലോസ് എസ്റ്റേറ്റിന്റെ പോറസ് മെംബ്രെയിൻസ് ഒക്കെയാണ് യൂസ് ചെയ്യാറ്.
ഓക്കെ, അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ സംഭവിക്കുന്നത് നമ്മൾ സോൾട്ട് വാട്ടർ നമ്മളെടുത്ത് സീ വാട്ടറിന്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുക, അതിന്റെ ഓസ്മോട്ടിക് പ്രഷറിനേക്കാളും കൂടിയ ലെവലിൽ ഹൈ പ്രഷർ, നിങ്ങൾ വിചാരിക്കുന്ന പോലെ ചെറിയൊരു പ്രഷർ അല്ല, ഹൈ പ്രഷർ റിക്വയർമെന്റ് ഇതിനുണ്ട്. ഹൈ പ്രഷർ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എന്ത് സംഭവിക്കും, ഇവിടെ ഡീസലിനേഷൻ നടക്കും. അതായത് ഈ സാൾട്ട് വാട്ടറിലുള്ള പ്യുവർ വാട്ടർ ഉണ്ടാവുമല്ലോ, അതെന്ത് ചെയ്യും, ഈ ഒരു സെമി പെർമിയബിൾ മെമ്പറിനിലേക്ക് കൂടി ഫ്രഷ് വാട്ടർ റീജിയനിലോട്ടേക്ക് പോകും. അങ്ങനെ നമുക്ക് ഇവിടെ വാട്ടർ ഔട്ട്ലെറ്റിലൂടെ നമുക്ക് വാട്ടർ ശേഖരിക്കാം. അതായത് ഫൈനലി എന്ത്, സാൾട്ട് വാട്ടറിൽ ആര് മാത്രം റിമെയിൻ ആവും, സാൾട്ട് മാത്രം റിമെയിൻ ആവും. അതിലുള്ള എല്ലാ വാട്ടർ കണ്ടന്റും അങ്ങനെ സെമി പെർമിയബിൾ മെമ്പറിനോട് കടത്തിവിട്ട് നമുക്ക് ഫൈനലി പ്യൂരിഫൈഡ് വാട്ടർ അങ്ങനെ കിട്ടും. ഓക്കെ, ഇതാണ് ഇതിന്റെ ആപ്ലിക്കേഷൻ. നിങ്ങൾക്ക് ചോദ്യം വരാം, വാട്ട് ഈസ് ദ ആപ്ലിക്കേഷൻ ഓഫ് ഓർ വാട്ട് ഈസ് ദ പ്രാക്ടിക്കൽ യൂട്ടിലിറ്റി ഓഫ് റിവേഴ്സ് ഓസ്മോസിസ്? അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു കാര്യം പറയാം. നല്ലൊരു മാർക്കിനൊക്കെ ക്വസ്റ്റ്യൻ ചോദിക്കുവാണെങ്കിൽ ഡയഗ്രം കൂടി വെച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് ചെയ്യാൻ നോക്കാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇവിടെ വരുന്നത്. ഇതുമായിട്ട് നമ്മൾ ഇതുവരെ പഠിച്ച കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസുമായിട്ട് ബന്ധപ്പെട്ട ഇൻഡെക്സ് ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. 1.9 മുതൽ 1.12 വരെ ഉണ്ട്. നിങ്ങൾ പറ്റുന്നത് ചെയ്ത് നോക്കാം. ഞാൻ എന്ത് ചെയ്യാം, നെക്സ്റ്റ് ക്ലാസ്സിലൊക്കെ അതിൻ്റെ ഒരു സൊല്യൂഷൻ ഷോർട്സിൽ, യൂട്യൂബ് ഷോർട്സിൽ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾ പറ്റുന്ന സമയം തരാം, ഒരു 1 വീക്ക് ടൈം എടുത്തോളൂ. ഞാൻ അതിനുശേഷം അപ്ലോഡ് ചെയ്യും. അതിനുള്ളിൽ നിങ്ങൾക്ക് പറ്റുന്നത്ര ചെയ്യാൻ നോക്കാം. പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ കമന്റ് സെക്ഷനിൽ അറിയിച്ചാൽ മതി. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്താൽ മതി. ഓക്കെ, ഇനി നമ്മൾ ലാസ്റ്റ് ചാപ്റ്ററിലെ ലാസ്റ്റ് പോർഷൻ നമുക്ക് പഠിക്കാനുള്ളതാണ് അബ്നോർമൽ മോളാർ മാസ് എന്നുള്ളതാണ്. അതെന്താണെന്ന് നോക്കാം. നമ്മൾ ഇതുവരെ നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്. ഫൈനലി നമ്മൾ രണ്ടാമതൊരു ഇക്വേഷൻ കണ്ടെത്തിയിട്ടുണ്ട്, M2 = എന്നിട്ട് എന്താണ്, നമ്മൾ എടുക്കുന്ന നോൺ വോൾട്ടേജ് സൊല്യൂട്ട് അൺനോൺ ആയെങ്കിൽ അതിന്റെ മോളാർ മാസ് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഇക്വേഷൻ യൂസ് ചെയ്യാന്നുള്ളതാണ്. അത് ആ കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചു. ഇനി നമ്മളൊരു കാര്യം കൺസിഡർ ചെയ്യാം, KCl എന്നുള്ള സോൾട്ട് നോർമലി അത് അയോണൈസ് ചെയ്യുമെന്ന് നമുക്കറിയാം. അത് അയോണൈസ് ചെയ്ത് എന്ത് സംഭവിക്കും, K+ അതേപോലെ Cl- എന്നുള്ള അയോൺസ് ആയിട്ട് മാറും. എന്താണ്, KCl എന്നുള്ള സോൾട്ട് എന്തായിട്ട് മാറും, K+ അതേപോലെ Cl- അയോൺ ആയിട്ട് മാറും. നമ്മൾ സ്റ്റാർട്ടിങ് എടുത്തത് 1 മോൾ സബ്സ്റ്റൻസ് ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന അയോൺസ് എത്രയാണ്, 2 മോൾ ആണ്. 1 മോൾ K+ഉം 1 മോൾ Cl-. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇതുവരെ കണ്ടുപിടിച്ച കേസിലൊക്കെ നമ്മൾ 1 മോൾ കൺസിഡർ ചെയ്തിട്ടാണ് നമ്മൾ എന്ത് കണ്ടുപിടിച്ചിട്ടുണ്ട്, ΔTV, ΔTF, ΔP ഒക്കെ കണ്ടുപിടിച്ചിട്ടുണ്ടായത്. അപ്പോൾ ഇങ്ങനെ ഒരു ഡിസോസിയേഷൻ കംപ്ലീറ്റ്ലി നടക്കുന്നുണ്ട് എന്ന് വിചാരിക്കുകയാണെങ്കിൽ 2 മോൾ സബ്സ്റ്റൻസ് പോവുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഒരു KClന്റെ ഒരു പ്രോബ്ലത്തിൽ ΔTB നമുക്ക് 0.52 കിട്ടിയിട്ടുണ്ടായിരുന്നു. നിങ്ങൾ വേണമെങ്കിൽ മുന്നേ ഉള്ള എലവേഷൻ ഓഫ് ബോയിലിംഗ് പോയിന്റ് എന്നുള്ള ഹെഡിങ്ങിന്റെ താഴെയുള്ള പ്രോബ്ലം നോക്കിയാൽ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. അപ്പൊ അതാണ് ഈ ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിട്ടുള്ളത്, 0.52. നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, 2 മോൾസ് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കിട്ടിയ ΔTബിനെ എന്തുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം, 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 മോളിന്റെ കേസിലുള്ളതാണ് നമ്മൾ കണ്ടെത്തിയിട്ടുള്ളത്. അപ്പൊ 2 മോൾസ് ആണ്, നമ്മൾ അതിനെ 2 × 0.52 അല്ലെങ്കിൽ 2 × ΔTB ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ പഠിച്ച ഇക്വേഷനിലൊക്കെ M2 = എന്ന് പറഞ്ഞ ഇക്വേഷന്റെ ഡിനോമിനേറ്ററിലാണ് ആര് വരുന്നത്, ΔTB അല്ലെങ്കിൽ ΔTF, ΔP1 അല്ലെങ്കിൽ പൈ ഒക്കെ ഡിനോമിനേറ്ററിൽ വരും. അപ്പൊ ഡിനോമിനേറ്ററിൽ ഈ 2 മോൾസ് കൺസിഡർ ചെയ്യുന്നതുകൊണ്ട് ഈ 2 കൂടി വരും. അതിനർത്ഥം എന്താ, നമ്മൾ ശരിക്കും കണ്ടുപിടിച്ചതിനേക്കാളും M2ന്റെ വാല്യൂ /2 ഹാഫ് ആവേ ചെയ്യുന്നത്. മനസ്സിലായോ? നമ്മൾ ഡിസോസിയേഷൻ കൺസിഡർ ചെയ്യുവാണെങ്കിൽ, കംപ്ലീറ്റ് ഡിസോസിയേഷൻ നമ്മൾ കൃത്യമായിട്ട് അതിന്റെ എക്സ്റ്റേണൽ ഡിസോസിയേഷൻ ചെക്ക് ചെയ്യാണ്ട് അത് കംപ്ലീറ്റ് ഡിസോസിയേറ്റ് ചെയ്യുമെന്ന് വിചാരിക്കുകയാണെങ്കിൽ 2 മോൾസ് കൺസിഡർ ചെയ്യുമ്പോൾ 2 ΔTB എന്നുള്ള ഒരു ടേം, 2 ΔTF എന്നുള്ള ടേം M2ന് /ൽ വരും. M2 = സംതിങ് നിങ്ങൾ കുറെ പഠിച്ചിട്ടുണ്ടല്ലോ ഇക്വേഷൻസ്. ഇപ്പൊ നിങ്ങൾ M2 = നമ്മൾ ഓസ്മോട്ടിക് പ്രഷറിന്റെ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ W2 RT/πV എന്നാ പഠിച്ചിട്ടുള്ളത്. നമ്മൾ ഇനി പൈ കൺസിഡർ ചെയ്യുന്ന സമയത്ത് 2 മോൾസും കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പൈക്ക് പകരം 2π എന്ന് കൺസിഡർ ചെയ്യണം. അപ്പൊ നമ്മൾ നോർമലി കണ്ടുപിടിക്കുന്നതിനേക്കാളും ഹാഫ് ആവേ ചെയ്യുന്ന വാല്യൂ. അപ്പൊ എന്താണ്, ഡിസോസിയേഷന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്, ഒരു സാൾട്ട് ഒരു സബ്സ്റ്റൻസ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ എന്താ സംഭവിക്കുന്നത്, എക്സ്പീരിമെന്റലി ഡിറ്റർമിൻഡ് ആയിട്ടുള്ള, ഒരു മിനിറ്റ് സ്ക്രീൻ കാണുന്നില്ല, ഓക്കെ, എക്സ്പീരിമെന്റലി ഡിറ്റർമിൻഡ് മോളാർ മാസ് വിൽ ബി ഓൾവേസ് ലോവർ ദാൻ ദ ട്രൂ വാല്യൂ. ശരിക്കും അതിന്റെ മോളാർ മാസ് എന്താണ്, അതിനേക്കാളും കുറഞ്ഞൊരു വാല്യൂ കിട്ടാനുള്ള ചാൻസ് ആണുള്ളത്, ഹാഫ് ആവുന്ന ഒരു അവസ്ഥയിലോട്ടേക്കാണ് പോകുന്നത്. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇതാ ഡിസോസിയേഷന്റെ കേസിൽ, സൊല്യൂട്ട് ഡിസോസിയേഷൻ ചെയ്യുന്ന കേസിൽ
അവിടെ മോളാർ മാസ് കുറഞ്ഞിട്ട് ഉണ്ടാവും. എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻഡ് ആയിട്ടുള്ള നമ്മൾ ഈ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നത് ശരിക്കും ആക്ച്വലി അതിൻ്റെത് ഇപ്പം KCLന്റെ കേസിൽ എടുക്കുവാണെങ്കിൽ ആക്ച്വലി അതിൻ്റെത് വരേണ്ടത് 74.9 ആണ്. പക്ഷെ നമുക്ക് അതിന്റെ പകുതി വാല്യൂ കിട്ടും, 37 പോയിന്റ് സംതിങ് വാല്യൂ കിട്ടും. ഏത് വെച്ച് ചെയ്താൽ നമ്മൾ ഈ ഒരു ഡിസോസിയേഷൻ കൺസിഡർ ചെയ്ത് നമ്മൾ മുന്നേ പഠിച്ച ഇക്വേഷൻസിൽ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ ലോവർ വാല്യൂ ആണ് അവിടെ കിട്ടുന്നത്. ഇനി നേരെ തിരിച്ച് നമ്മൾ ചില കേസിൽ എത്തനോയിക് ആസിഡ് ഒക്കെ എടുക്കുകയാണെങ്കിൽ ഇതാ 2 മോളിക്യൂൾസ് എത്തനോയിക് ആസിഡ് എടുത്തു കഴിഞ്ഞാൽ അവർ തമ്മിലൊരു ഇന്റർമോളിക്കുലർ ഹൈഡ്രജൻ ബോണ്ടിങ് കാണാൻ പറ്റും. അതുവഴി അവിടെ ഡൈമറൈസേഷൻ സംഭവിക്കും. ഡൈമർ എന്ന് പറഞ്ഞാൽ അറിയണ്ടോ? നമ്മൾ ഐസോമർ എന്നൊക്കെ പറയുന്നില്ലേ? ഐസോമർ എന്ന് പറഞ്ഞാൽ എന്താ? ഒരേ മോളിക്കുലർ ഫോമിൽ ഡിഫറെന്റ് സ്ട്രക്ചറൽ ഫോർമുലാസ് വരുന്നത് അല്ലേ? അതേപോലെ ഡൈമേഴ്സ് ഒന്നുമില്ല, 2 മോളിക്യൂൾസ് ചേർന്നിട്ട് ഒരു നമ്മൾ മോണോമർ പോളിമർ എന്നൊക്കെ പറഞ്ഞ പോലെ ഇതിന്റെ 2 മോണോമേഴ്സ് ജോയിൻ ചെയ്ത് കിട്ടുന്ന സംഭവമാണ് ഡൈമർ എന്ന് പറഞ്ഞത്. ഇവിടെ നിങ്ങൾ ഡയഗ്രാമാറ്റിക്കലി നോക്കുകയാണെങ്കിൽ 2 മോളിക്യൂൾസ് ഓഫ് CH3COH ചേർന്ന് ഡൈമർ ആണിത്. ഇവിടെ എന്താ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നത്? ഇവിടെ ഒരു ഡെൽറ്റ, ഒന്ന് സൂം ചെയ്ത് കാണിച്ചു തരാം. ഇവിടെ ഈ ഡോട്ടഡ് ലൈൻ ശ്രദ്ധിച്ചോ? ഇതാണ് ഇതിന്റെ ഒന്നാമത്തെ ഇതാ ഇത്രയും റീജിയൻ ആണ് അതിന്റെ ഒന്നാമത്തെ CH3COH. അതിന്റെ ഈ ഒന്നാമത്തെ CH3COH രണ്ടാമത്തെ CH3COHന്റെ OH ആയിട്ട് എന്താ ഉള്ളത്? ഒരു ഡോട്ടഡ് ലൈൻ ആണ്, അതാണ് ഹൈഡ്രജൻ ബോണ്ടിങ്. അതേപോലെ ഒന്നാമത്തെ OH എന്ത് കാണിക്കുന്നുണ്ട്? രണ്ടാമത്തെ കാർബണിലുള്ള ഈ C ഡബിൾ ബോണ്ടഡ് ഓയിലുള്ള ആയിട്ട് ഒരു ഹൈഡ്രജൻ ബോണ്ടിങ്. ഹൈഡ്രജൻ ബോണ്ടിങ് എന്താണെന്നൊക്കെ നിങ്ങൾക്ക് അറിയുണ്ടാവും. ഹൈലി ഇലക്ട്രോനെഗറ്റീവ് ആയിട്ടുള്ള ഓക്സിജൻ, ഫ്ലൂറിൻ, ക്ലോറിൻ പോലത്തെ ആറ്റത്തിനോട് ചേർന്ന് ഒരു ഹൈഡ്രജൻ ആറ്റം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ ഒരു ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ടാവും. അതാണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നുള്ളത്. അതുവഴിയാണ് ഇവിടെ ഡൈമറൈസ് ചെയ്യുന്നത്. അപ്പൊ ഇവിടെ ആദ്യം ഉണ്ടായത് 2 മോൾസ് ആണെങ്കിൽ ഇവിടെ ഒറ്റ മോളായിട്ട് കൺവേർട്ട് ആയി അല്ലേ? അങ്ങനെ ഒരു സൊല്യൂട്ട്, ഒരു അസോസിയേഷൻ എന്നുള്ള ഒരു കൺസിഡറേഷൻ എടുക്കുകയാണെങ്കിൽ ഡിസോസിയേഷനിൽ 2 മാറുവാണ്, അസോസിയേഷനിൽ 2 എന്നുള്ളത് 1 മാറി. അപ്പൊ നിങ്ങൾ ഡെൽറ്റ TB എന്താ ചെയ്യുക? നേരത്തെ കണ്ടുപിടിച്ച ഡെൽറ്റ TB അല്ലെങ്കിൽ നിങ്ങളെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി കണ്ടുപിടിച്ചത് ശരിക്കും നിങ്ങൾ ആക്ച്വലി കണ്ടുപിടിച്ചത് അപ്പൊ 2 മോൾസിന് എന്നുള്ള രീതിയിലാണ് കണ്ടുപിടിച്ചിട്ടുള്ളത്. അപ്പൊ എന്ത് ചെയ്യണം? നിങ്ങൾ കിട്ടിയ ഡെൽറ്റ TBനെ ഡിവൈഡഡ് ബൈ 2 ചെയ്യേണ്ട ഒരു അവസ്ഥയായി. കാരണം അസോസിയേഷനിലായിട്ട് മാറിക്കഴിഞ്ഞാൽ 2 1 മാറുന്ന അവസ്ഥയായി. മോളിക്യൂൾസിന്റെ എണ്ണം കുറഞ്ഞ പോലെയായി, നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞതുപോലെ ആയതുകൊണ്ട് ഡെൽറ്റ TB അല്ലെങ്കിൽ ഡെൽറ്റ TF അല്ലെങ്കിൽ പൈ ഈ പറഞ്ഞ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താണ്? ഹാഫ് ആവണം. അപ്പൊ നിങ്ങൾ നേരത്തെ പഠിച്ച ഇക്വേഷനിൽ തന്നെ അപ്ലൈ ആണെങ്കിൽ M2 ഡിവൈഡഡ് ബൈ ഇവിടെയാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഉള്ളത്. നിങ്ങൾ ഇക്വേഷൻ നോക്കിയാൽ മതി, നിങ്ങൾ പഠിച്ചവരുണ്ടെങ്കിൽ മനസ്സിലാവും. കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? ഹാഫ് ആവാന്ന് പറയുമ്പോൾ ഈ ഡിനോമിനേറ്ററിലെ 2 എന്താ? ഈ മുകളിലേക്ക് പോകും. അപ്പൊ നേരത്തെ നേരെ റിവേഴ്സ് ആണ്. ഇവിടെ നമുക്ക് എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്യുന്ന വാല്യൂ, ശരിക്കും ട്രൂ വാല്യൂ ഇപ്പൊ 70 ഗ്രാം ആണെങ്കിൽ നമുക്ക് കിട്ടുന്ന എന്തായിരിക്കും? നേരെ ഡബിൾ ആയിരിക്കും. കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്നത് 140 ഗ്രാം ആയിരിക്കും. അപ്പൊ ഈ 2 കേസിലും നിങ്ങളുടെ ഡിസോസിയേഷനിലും അസോസിയേഷനിലും നമുക്ക് ആക്ച്വൽ മോളാർ മാസ് കിട്ടുന്നില്ല എക്സ്പെരിമെന്റിൽ ഡിറ്റർമിൻ ചെയ്യുന്ന സമയത്ത്. അപ്പൊ അങ്ങനെയുള്ള മോളാർ മാസിനെ നമ്മൾ പറയും അബ്നോർമൽ മോളാർ മാസ്. ഓക്കെ, അപ്പൊ ഈ ഒരു പ്രശ്നം നമുക്ക് പരിഹരിക്കണം. നമുക്ക് കിട്ടേണ്ടത് നമുക്ക് ആക്ച്വൽ വാല്യൂ അല്ലേ വേണ്ടു. നമ്മൾ എന്തിനാണ് വേണ്ടത് വാല്യൂ കണ്ടുപിടിക്കുന്നത്? ആക്ച്വൽ വാല്യൂസ് ആണ് നമുക്ക് വേണ്ടത്. സോ വാൻ ഹോഫ് ഇൻ 1880 ഒരു പുതിയൊരു ടേം കൂടി ഇൻട്രൊഡ്യൂസ്, ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം കണ്ടുപിടിച്ച ഒരു ഫാക്ടർ ആണ് വാൻ ഹോഫ് ഫാക്ടർ എന്നുള്ളത്. നിങ്ങൾ ഇവിടെ സ്ക്രീനിൽ കാണുന്നുണ്ടാവും വാൻ ഹോഫ് ഫാക്ടർ. അതിന് 3 തരത്തിൽ ഇക്വേഷൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത് രണ്ടും ഈ 3 ഇക്വേഷനിലും സെയിം ഉദ്ദേശിക്കുന്നത് അതെന്താണ്? I എന്നുള്ള വാൻ ഹോഫ് ഫാക്ടറിന്റെ ഇക്വേഷൻ ആണ് നമുക്ക് 3 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാനുള്ള. ഒന്ന് നോർമൽ മോളാർ മാസ് ബൈ അബ്നോർമൽ മോളാർ മാസ്, മറ്റൊന്ന് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ബൈ കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി, മറ്റൊന്ന് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഓഫ് പാർട്ടിക്കിൾ, അതായത് ഡിസോസിയേഷൻ അല്ലെങ്കിൽ അസോസിയേഷന് ശേഷം എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് അത് ന്യൂമറേറ്ററിലും, ബിഫോർ അസോസിയേഷൻ നമ്മൾ അസോസിയേഷൻ ഡിസോസിയേഷൻ ചെയ്യുന്നതിന് മുന്നേ എത്ര പാർട്ടിക്കിൾസ് ഉണ്ട് അതാണ് ഈ ഡിനോമിനേറ്ററും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, കൺഫ്യൂഷൻ ആവരുത്. അപ്പൊ ഇതിൽ നിങ്ങൾ കാണുന്നുണ്ടാവും അബ്നോർമൽ മോളാർ മാസ്. ഒന്നുമില്ല, നമ്മൾ നേരത്തെ കണ്ടുപിടിക്കുക, നമ്മൾ എക്സ്പെരിമെന്റ് ഡിറ്റർമിൻ ചെയ്യുന്നതിന് നമ്മൾ ആ കാൽക്കുലേഷൻ ചെയ്യുന്നില്ലേ, അതിനെ നമ്മൾ അബ്നോർമൽ മോളാർ മാസ് എന്ന് പറയുന്നത്. കാൽക്കുലേറ്റഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? നമ്മൾ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന്റെ ഇക്വേഷൻ വെച്ച് കണ്ടുപിടിക്കുന്നില്ല, അതാണ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. അപ്പൊ ഈ ന്യൂമറേറ്ററിലുള്ള ആളാണ് നോർമൽ മോളാർ മാസ്. ആക്ച്വലി അതിനുണ്ടായ മോളാർ മാസ് എന്താണോ അത്. ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി എന്താ? ആക്ച്വലി അതിന്റെ കൊളിഗേറ്റീവ് പ്രോപ്പർട്ടിന് ഒരു വാല്യൂ ഉണ്ടാവും, അതാണ് ഒബ്സർവ്ഡ് കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി. ഓക്കെ, ഇനി ഒരു കാര്യം നോട്ട് ചെയ്യാം. അസോസിയേഷന്റെ കേസിൽ I വാല്യൂ നോർമലി ലെസ് ദാൻ യൂണിറ്റ്. ടെക്സ്റ്റ് ബുക്കിൽ ഈ ഒരു പാരഗ്രാഫ് കംപ്ലീറ്റ് ഒന്ന് മാർക്ക് ചെയ്ത് വെക്കണേ.
എൻ്റെ പെന്ന് വർക്ക് ചെയ്യുന്നില്ല. നിങ്ങളൊന്നത് ഈ ഒരു പാരഗ്രാഫ് ഹിയർ അബ്നോർമൽ മോളാമസ് എന്ന് പറയുന്ന ഒരു പാരഗ്രാഫ് ഉണ്ടല്ലോ, ആ പാരഗ്രാഫ് കംപ്ലീറ്റ് നിങ്ങൾ എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് വെക്കണം. അതിൽ പറയുന്ന ഒരു കാര്യം, അതിൽ നിങ്ങൾ 4th ലൈൻ നോക്കിയാൽ കാണാം, ഇൻ കേസ് ഓഫ് അസോസിയേഷൻ വാല്യൂ ഓഫ് ഐ ഈസ് ലെസ് ദാൻ യൂണിറ്റ്. യൂണിറ്റ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം 1 ആണ്. 1നേക്കാളും ചെറിയ വാല്യൂസ് ആയിരിക്കും ഏതിന്റെ കേസിൽ, അസോസിയേഷന്റെ കേസിൽ ഉണ്ടാവാം. ഇൻ കേസ് ഓഫ് ഡിസോസിയേഷൻ ആണെങ്കിൽ നേരെ ഓപ്പോസിറ്റ് ആണ്, ഐ വിൽ ബി ഗ്രേറ്റർ ദാൻ 1 ആണ്. നിങ്ങളിപ്പോൾ KCLന്റെ കേസിലൊക്കെ എടുക്കുകയാണെങ്കിൽ അതിന്റെ ഐ വാല്യൂ ക്ലോസ് ടു 2 എന്ന രീതിയിലാണ് വരുന്നത്. ഓക്കെ, അപ്പൊ ആ കാര്യം നോട്ട് ചെയ്യാം. ഇനി ഒരു കാര്യം വാൻ ഹോഫ് ചെയ്തത് ഐ വാല്യൂ എന്താന്ന് പറഞ്ഞു. ഇനി ഈ ഐ വാല്യൂ നമുക്ക് മോളാർ മാസ് ഒന്ന് കണ്ടുപിടിക്കുമ്പോൾ തെറ്റ് വരാൻ പാടില്ല. അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഈ ഐ വാല്യൂ വാൻ ഹോഫ് ഫാക്ടർ എന്ത് ചെയ്യണം, നമ്മൾ മുന്നേ കണ്ടുപിടിച്ച 4 കൊലിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെയും ഇക്വേഷനിലോട്ടേക്ക് ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുമില്ല, അതിന്റെ റൈറ്റ് ഹാൻഡ് സൈഡ് ഉണ്ടല്ലോ, നമ്മൾ നേരത്തെ പഠിച്ച എല്ലാ ഇക്വേഷന്റെ റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് ഐ വാല്യൂ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്ത് കൊടുക്കാം. അത്രയേ ഉള്ളൂ. അപ്പൊ ആ രീതി ചെയ്താൽ നമുക്ക് വാൻ ഹോഫ് ഫാക്ടറും കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്ത ഒരു കൊളിഗേറ്റീവ് പ്രോപ്പർട്ടീസിന്റെ ഒരു ഇക്വേഷൻ കിട്ടും. അപ്പൊ ഇതായിരിക്കും ആക്ച്വലി ഒബ്സർവ്ഡ് ആയിട്ടുള്ള, അല്ലെങ്കിൽ കാൽക്കുലേറ്റഡ് അല്ല, ഒബ്സർവ്ഡ് അല്ലെങ്കിൽ ആക്ച്വൽ ആയിട്ടുള്ള കൊളിഗേറ്റീവ് പ്രോപ്പർട്ടി ഈ ഒരു ഇക്വേഷൻ വഴി നമുക്ക് കിട്ടാം. ഓക്കെ, ഇത്രയും കാര്യമാണ് ഇതിൽ വരുന്നത്. ഇനി ഈ ടേബിളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും 4 സാൾട്ട് കൊടുത്തിട്ടുണ്ട്. 4 സാൾട്ടിന്റെയും ഐ വാല്യൂ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ കൺസിഡർ ചെയ്യുകയാണെങ്കിലുള്ള ഐ വാല്യൂ വേറെയും കൊടുത്തിട്ടുണ്ട്. അത് ഉദ്ദേശിക്കുന്നത് ആക്ച്വലി എന്ന് പറഞ്ഞാൽ നമ്മളിപ്പം പറയുന്നത് പോലെ KCL ഡിസോസിയേറ്റ് ചെയ്ത് K+ and Cl- ആവുന്നെന്ന് പറഞ്ഞു. നിങ്ങൾ ഈ ഒരു ഇക്വിലിബ്രിയം ഒക്കെ നിങ്ങൾ അയോണിക് ഇക്വിലിബ്രിയം എന്നുള്ള ചാപ്റ്റർ പഠിച്ചിട്ടുണ്ടാവും +1. ഇവിടെ കംപ്ലീറ്റ് ഡിസോസിയേഷൻ ചെയ്ത് നമുക്ക് 2 മോൾസ് കിട്ടുന്നത് കൊണ്ട് നമുക്ക് ഐ വാല്യൂ ഇവിടെ 2 എന്നുള്ളതൊക്കെ കൺസിഡർ ചെയ്യാം. KCl, NaCl, MgSO4 2 അയോൺസ് ആയിട്ടാണ് അത് ഡിസോസിയേറ്റ് ചെയ്യുന്നത്. ഇനി K2SO4 ആണെങ്കിൽ 2 K+, 1 SO4- ആണ്. അപ്പൊ ഇവിടെ 3 SO2-. 3 അയോൺസ് പോസിബിൾ ആയതുകൊണ്ട് കണ്ട ശരിക്കും കംപ്ലീറ്റ് ഡിസോസിയേഷൻ നമ്മൾ കൺസിഡർ ചെയ്യുമ്പോൾ എത്ര അയോൺസ് ഫോം ചെയ്യുന്നോ അത്രയും നമ്മളെ വാൻ ഹോഫ് ഫാക്ടർ ഉണ്ടാവും. പക്ഷെ ആക്ച്വലി എന്ന് പറയുന്നത് ചെറിയ ചെറിയ വേരിയേഷൻ ഉണ്ടാവും ഓരോരോ കോൺസെൻട്രേഷൻ ലെവൽ അനുസരിച്ച്. അതാണ് ഇവിടെ 0.1 മോളാല്, 0.0 മോളാല്, 0.00 ഓരോ കോൺസെൻട്രേഷൻ അനുസരിച്ച്. എന്തായാലും നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, കോൺസെൻട്രേഷൻ കുറയാന്ന് പറയുമ്പോൾ ഇങ്ങോട്ടേക്ക് കുറയല്ലേ ചെയ്യുന്നത്. കുറയാന്ന് പറയുമ്പോൾ എന്താ, ഡൈല്യൂട്ട് ആകുന്നതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസോസിയേഷൻ കൂടുന്നുണ്ട്. മനസ്സിലായ? സൊല്യൂട്ട് കോൺസെൻട്രേഷൻ കുറയാ, അല്ലെങ്കിൽ വാട്ടർ കോൺസെൻട്രേഷൻ, നമ്മൾ എടുക്കുന്ന സോൾവെന്റ് കോൺസെൻട്രേഷൻ അത്രത്തോളം ഹൈ ആകുമ്പോൾ അത് ഡൈല്യൂട്ട് ആവാം. ഓക്കെ, ഇപ്പൊ ഡൈല്യൂട്ട് കണ്ടീഷനിൽ ഈ ഐ വാല്യൂ ക്ലോസ് ടു 2, അതേപോലെ ഇവിടെ ക്ലോസ് ടു 3 ഒക്കെ ആവുന്നുണ്ട്. ആ കാര്യം ശ്രദ്ധിക്കാം. ഇത്രയും കാര്യമാണ് അബ്ഡോമിനൽ മോളാർ മാസ്, വാൻ ഹോഫ് ഫാക്ടർ അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിക്കാനുള്ളത്. അതുമായിട്ട് ബന്ധപ്പെട്ട പ്രോബ്ലംസ് ആണ്. സിമ്പിൾ ആയിട്ട് നമ്മൾ മുന്നേ പഠിച്ചത് തന്നെയാണ്. അതിൽ നമ്മൾ ഐ വാല്യൂ കൂടി ഇൻകോപ്പറേറ്റ് ചെയ്ത് ഒരു കാര്യം വരുന്ന രീതിയിൽ 2 പ്രോബ്ലം കൊടുത്ത് ലെങ്തി ആയിട്ടുള്ള പ്രോബ്ലംസ് ആണ്, നോർമലി ചോദിക്കുന്ന പ്രോബ്ലംസും ആണ്. ഇതിന്റെ സൊല്യൂഷൻസ് ഞാൻ വരുന്ന സെക്ഷനിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഓരോന്നും സെപ്പറേറ്റ് എടുത്ത് ഞാൻ ഷോർട്സിൽ ഇടുന്നതായിരിക്കും. അതൊന്ന് വാച്ച് ചെയ്താൽ മതി. ഓക്കെ, പിന്നെ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറേ എക്സസൈസ് ക്വസ്റ്റ്യൻസ് ടെക്സ്റ്റ് ബുക്കിന്റെ ഈ ചാപ്റ്ററിന് ശേഷം സമ്മറിയും കൂടി കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് കുറേ എക്സസൈസ് കാണാൻ പറ്റും. പറ്റുന്നത്ര ചെയ്യാൻ നോക്കാം. ചെയ്തിട്ട് കിട്ടാത്ത ഏരിയാസ് ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ അറിയിച്ചാൽ മതി. അതിന്റെ സൊല്യൂഷൻസ് ഞാൻ അതിൽ യൂട്യൂബ് ഷോർട്സ് ആയിട്ട് ഇട്ടോളാം. ഓക്കെ, ബൈ.